നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, രണ്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതിൽ ഒന്നാമതായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. In an organization, there are different levels on the basis of authority, responsibility, and the functions they are performing. Levels of management means the line of demarcation between various positions on the basis of authority relationship. അതായത് ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപനത്തെയും അതുപോലെ തന്നെ മാനേജ്മെന്റിനെയും 3 തലങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്, വിഭജിക്കാവുന്നതാണ്. ഒന്നാമതായി ടോപ്പ് ലെവൽ, രണ്ടാമത് മിഡിൽ ലെവൽ, മൂന്നാമതായി ലോവർ ലെവൽ. ഇങ്ങനെ 3 തലങ്ങളായിട്ടാണ് ഒരു സ്ഥാപനത്തിനെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത്. അതിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് is the topmost authority of the organization. They possess the ultimate authority regarding the management of the organization. They frame the major plans, policies, and formulate the objectives or the establishment of objectives, etc. are the main duty of the top level management. They also engaged in the coordination of entire activities of the organization. This is the ultimate authority, or they have the ultimate authority with regards to the organizational functioning. Then what are the positions comprises under this top level management? The names may change. Chairman, President, Managing Director, Executive Officer, etc. are the positions come under this top level management. Then what are the functions they are performing in case of management? Firstly, they lays down the objectives of the organization. സ്ഥാപനത്തിന്റെ മുഴുവനായിട്ടുള്ള ലക്ഷ്യം നിർണ്ണയിക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. രണ്ടാമതായി പ്രിപ്പയർ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനായി പ്ലാനുകളും അതുപോലെ ആസൂത്രണം നടത്തുന്നതും അതുപോലെ നയങ്ങൾ നിർമ്മിക്കുന്നതൊക്കെ ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. പിന്നെ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് മിഡിൽ ലെവൽ മാനേജേഴ്സിനെ നിയമിക്കുന്നത്. മിഡിൽ ലെവലിൽ വരുന്ന മാനേജേഴ്സിനെ നിയമിക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. Then top level management, another function of top level management is to control the departments or the middle level management. മിഡിൽ ലെവൽ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ മിഡിൽ ലെവലിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. അവസാനമായിട്ട് പറയുന്നു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്സൈഡ് പാർട്ടീസ്. ഒരു സ്ഥാപനത്തിന്റെ പുറമേയുള്ള ആൾക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മറ്റൊരു ലെവലിനും നേരിട്ട് ഔട്ട്സൈഡ് പാർട്ടീസുമായി സമ്പർക്കം പുലർത്താനുള്ള അധികാരം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നൽകുന്നില്ല. അതായത് ഗവൺമെന്റ് ആയാലും കസ്റ്റമേഴ്സ് ആയാലും മറ്റ് സപ്ലയേഴ്സ് ആയാലും ടാക്സ് അതോറിറ്റീസ് ആയാലും ഒക്കെ വരുന്ന ഔട്ട്സൈഡ് ഏജൻസീസുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തുന്നത്, അവരുമായി ഡീലിംഗ്സ് നടത്തുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തില് ഏറ്റവും കൂടുതൽ അതോറിറ്റിയുള്ള, അധികാരമുള്ള തലത്തെയാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം മുഴുവനായിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ടോപ്പ് ലെവൽ മാനേജ്മെന്റിനാണ്. രണ്ടാമതായിട്ട് വരുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്.
മിഡിൽ ലെവൽ മാനേജ്മെന്റ് കംപ്രൈസസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, മധ്യതല മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റുകളും ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉൾപ്പെട്ടിട്ടുള്ളതാണ് മധ്യതല മാനേജ്മെന്റ്. മധ്യതല മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണോ ഉള്ളത്, ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും, സെയിൽസ് മാനേജർ അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ് ഏതിൽ വരുന്നത്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് വരുന്നത്. ആ മിഡിൽ ലെവൽ മാനേജ്മെന്റിലുള്ള ആൾക്കാരാണ് മിഡിൽ ലെവലിലുള്ള ഫംഗ്ഷൻസ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അവരെന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്, അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? First function of middle level management is the close watch on day-to-day activities of the department. Close watch on the day-to-day activities of the department. ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് ദൈനംദിന പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ. രണ്ടാമതായിട്ട് പറയുന്നു എന്താണ്, പാർട്ടിസിപ്പേറ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്, ആരുടെ ഫംഗ്ഷനാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനാണ്. പിന്നെ അടുത്ത പറയുന്നത് എന്താണ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിൽ നടപ്പിലാക്കുക, ഡിപ്പാർട്ട്മെന്റുകളിൽ നടപ്പിലാക്കുക എന്നുള്ള ധർമ്മവും ആര് ചെയ്യുന്നു? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ടു ദ ലോവർ ലെവൽ മാനേജ്മെന്റ് ദ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ടോപ്പ് ലെവൽ. ടോപ്പ് ലെവൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആരിലൂടെയാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിലൂടെയാണ്. പിന്നെ പ്ലാനിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന പ്രവർത്തനമാണ്. പിന്നെ നിർദ്ദേശങ്ങൾ നൽകുക, ലോവർ ലെവൽ മാനേജ്മെന്റിന് നിർദ്ദേശങ്ങൾ നൽകുക, അതൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നു. പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി കോഓപ്പറേറ്റ് ചെയ്ത് സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, കോഓപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളതും എന്താണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനാണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അപ് ടു ഡേറ്റ് റിപ്പോർട്ട് ആർക്ക് കൈമാറണം? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് കൈമാറണം. ഇതും ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. റിപ്പോർട്ടിംഗ് ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. Then the middle level management act as a link between top level management and lower level management. ലോവർ ലെവൽ മാനേജ്മെന്റിനെയും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇത്രയും ഫംഗ്ഷൻസ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ലെവലാണ് ലോവർ ലെവൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലെവൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് എന്ന് വിളിക്കും. ഏറ്റവും താഴെത്തട്ടിലുള്ള മാനേജ്മെന്റ് വിങ് ആണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ദേ കംപ്രൈസ് ഓഫ് സൂപ്പർവൈസേഴ്സ്, സൂപ്രിൻറ്റൻഡന്റ്, ഫോർമാൻ, അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, എക്സെട്ര ആർ ദ positions that come under the supervisory level. These levels are mainly concerned with the execution of the plans and policies issued by top level management and middle level management. Then their main function is to perform the day-to-day operations. ദൈനംദിന കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അസൈൻ വർക്ക് ടു വേരിയസ് വർക്കേഴ്സ്. ലോവർ ലെവൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ റിപ്പോർട്ടിംഗ് ടു ഹയർ ലെവൽ, അതായത് ലോവർ ലെവൽ മാനേജ്മെന്റിൽ നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മിഡിൽ ലെവലിലേക്ക് റിപ്പോർട്ട് നൽകുക. പിന്നെ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്, സൂപ്പർവിഷനിലൂടെ വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇതൊക്കെ ആരുടെ പ്രവർത്തനമാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തനമാണ്. ലോവർ ലെവൽ മാനേജ്മെന്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ലിങ്ക് ആണ് ആര്? ലോവർ ലെവൽ മാനേജ്മെന്റ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലോവർ ലെവൽ മാനേജ്മെന്റിൽ വർക്കേഴ്സ് ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. പിന്നെ പ്രൊവൈഡ്
timely instructions to the workers with regards to the attainment of objectives. വർക്കേഴ്സിന് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയാസമയത്തുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതുമാണ് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ധർമ്മമായിട്ട് പറയുന്നത്. ഇപ്പൊ മനസ്സിലാക്കുക, ഒരു സ്ഥാപനത്തില് 3 തലങ്ങളിലുള്ള മാനേജ്മെന്റ് ആണ് ഉണ്ടാവുക. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഏറ്റവും അധികാരമുള്ളത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉൾപ്പെടുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസേഴ്സ്, സൂപ്രണ്ടന്റ്, അങ്ങനെ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന മാനേജ്മെന്റ് ആണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ലോവർ ലെവൽ മാനേജ്മെന്റിനെ ഓപ്പറേറ്റിംഗ് ലെവൽ മാനേജ്മെന്റ് എന്നും അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റും എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഒരു പ്ലാനിന്റെ ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിൽ വെച്ചിട്ടാണ്. ഇത്രയാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് മാനേജ്മെന്റിലുള്ള ഫങ്ഷൻസ്? Functions of management means the activities performed by the managers while managing the organization. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും ഉള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നീ 5 ഫങ്ഷൻസ് ആണ് ഒരു മാനേജ്മെന്റ്, ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ചെയ്യുന്ന ഫങ്ഷൻസ്. ഇത് തന്നെയാണ് നമ്മുടെ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കും. അതിൽ ഒന്നാമതായിട്ടുള്ള ഫങ്ഷൻ ആണ് പ്ലാനിംഗ്. Planning is the function of deciding in advance what to do, when to do, how to do, and who will do a particular job. What to do, when to do, how to do, and who will do a particular job. ഒരു ജോലി ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നതിനെ മുൻകൂർ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ്, in other words we can say planning means thinking before doing. ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കുന്ന പ്രവർത്തനത്തെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട്സ് ടു ഗോ. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എവിടെയാണോ പോകേണ്ടത്, ഈ 2 തലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഫംഗ്ഷനാണ് ഇത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിംഗ് എന്ന് പറയുന്നത് ആസൂത്രണമാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ആ പ്രവൃത്തിയെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ഫംഗ്ഷനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് മീൻസ് the establishing relationship between various positions in an organization and also includes the mobilization of required resources. വിവിധ തലങ്ങൾ തമ്മിലും വിവിധ പൊസിഷൻസ് തമ്മിലും അധികാര ഉത്തരവാദിത്ത ബന്ധം സൃഷ്ടിക്കുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ സമാഹരണവും ഏതിൽ ഉൾപ്പെടുന്നു? ഓർഗനൈസിംഗില് ഉൾപ്പെടുന്നു. അപ്പോൾ സമാഹരിക്കലാണ് അല്ലെങ്കിൽ സംഘടിപ്പിക്കലാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വ്യക്തികളുമായിട്ട്, ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പൊസിഷൻ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. മാൻ പവറുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്. റിക്രൂട്ട്മെന്റ്, ആവശ്യമായ ആൾക്കാരെ കണ്ടെത്തുക, അതിൽ നിന്ന് അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് നൽകുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. Staffing helps to get or place an appropriate person in the appropriate place at an appropriate time.
ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ ആൾക്കാരെ സ്ഥാപനത്തില് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് മാൻ പവറുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ ആണ് ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആസൂത്രണം കഴിഞ്ഞു, ആവശ്യമായ വിഭവങ്ങളും പൊസിഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ആവശ്യമായ ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞു. ഏതിലൂടെ? സ്റ്റാഫിങ്ങിലൂടെ. ഇനി ഈ നിയമിച്ച വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകലാണ്. ഗിവിംഗ് ഡയറക്ഷൻസ് ടു ദ പേഴ്സൺസ് അപ്പോയിന്റഡ് ഇൻ ടു വേരിയസ് പൊസിഷൻസ്. That function is called directing. Directing means instructing, guiding and inspiring the subordinates to attain a predetermined goal of the organization. Instructing, guiding and inspiring the subordinates to attain a particular goal of the organization. സ്ഥാപനത്തിന്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നയിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗിൽ എന്ത് മാത്രമല്ല, നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ബട്ട് ആൾസോ മോട്ടിവേറ്റിംഗ് ആൻഡ് ഗൈഡിംഗ് ദ എംപ്ലോയീസ് ടു അറ്റൈൻ എ പ്രീഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല ഡയറക്റ്റിംഗിലുള്ളത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെ നയിക്കുക എന്നീ കാര്യങ്ങളും ഏതിൽ ഉൾക്കൊള്ളുന്നതാണ്? ഈ ഡയറക്റ്റിംഗിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഹേർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റിംഗ് ഇല്ലെങ്കിൽ എല്ലാം ഐഡിയലായിട്ട് കിടക്കും. അതായത് നമ്മള് ഒരു ഹൃദയത്തിന്റെ ധർമ്മം, ഹൃദയത്തിന്റെ ധർമ്മം എന്താണോ അതാണ് ഏതിന്റെ ധർമ്മം? ഡയറക്റ്റിംഗിന്റെ ധർമ്മം. അതായത് ആവശ്യമായ സ്ഥലത്തേക്ക് ആവശ്യമായ ഓക്സിജനും മറ്റും എത്തിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ ധർമ്മമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യമായ സ്ഥലത്തേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മമായിട്ട് പറയുന്നത്? ഡയറക്റ്റിംഗിന്റെ ധർമ്മമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഡയറക്റ്റിംഗ് ഈസ് കൺസിഡർഡ് ആസ് ദ ഹേർട്ട് ഓഫ് മാനേജ്മെന്റ്. പിന്നെ പറയുന്നു ലാസ്റ്റ് വൺ എന്താണ്? കൺട്രോളിംഗ് ആണ്. Controlling is the last function of management. Controlling includes the measurement and correction of performance of persons against a predetermined standard. Controlling involves the measurement and correction of പെർഫോമൻസ്. മെഷർമെന്റ് ആൻഡ് കറക്ഷൻ ഓഫ് പെർഫോമൻസ്. അതായത് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെ മെഷർ ചെയ്യുക, അതായത് അത് തിട്ടപ്പെടുത്തുക. പിന്നെയോ അതുപോലെ കറക്ഷൻ, എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തുക. ആരുടെ? ദ പെർഫോമൻസ് ഓഫ് പേഴ്സൺസ് എഗെയിൻസ്റ്റ് എ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. മുൻകൂറായി നിർണയിക്കപ്പെട്ട ഏതോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യത്തെ പരിഹരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കൺട്രോളിംഗ് ഇൻവോൾവ്സ് നമ്പർ ഓഫ് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്. പ്രവർത്തന മാനദണ്ഡം ആദ്യം നിർണ്ണയിക്കണം. രണ്ടാമതായി മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് രണ്ടാമതായിട്ട് തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം, അല്ലെങ്കിൽ അത് തിട്ടപ്പെടുത്തണം. മെഷർമെന്റ്. പിന്നെ കമ്പയറിംഗ് ദ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അതായത് തൊഴിലാളികളുടെ ആക്ച്വൽ പെർഫോമൻസ് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യണം. Then take remedial actions if there is any deviation. അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസിൽ നിന്ന് ആക്ച്വൽ പെർഫോമൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റം എന്താണെന്ന് കണ്ടെത്തി അതിനനുസൃതമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിംഗ് ആയിട്ട് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് അയാൾ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അയാൾ ആദ്യം രാവിലെ തുടങ്ങുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഇന്ന് 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. അയാൾക്ക് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നിശ്ചയിച്ചു കഴിഞ്ഞു. വൈകുന്നേരം അയാളുടെ പെർഫോമൻസ് തിട്ടപ്പെടുത്തിയപ്പോ അയാൾക്ക് 8 യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു 8 യൂണിറ്റ്.
അപ്പോ അയാൾക്ക് പറഞ്ഞിരിക്കുന്ന 10 യൂണിറ്റ്, അയാള് ആക്ച്വലി ചെയ്തിരിക്കുന്നത് 8 യൂണിറ്റ്. കമ്പയർ ചെയ്യുന്നു, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ടു ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻ. അതായത് ആക്ച്വൽ പെർഫോമൻസ് 8, 10 സ്റ്റാൻഡേർഡ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡീവിയേഷൻ കിട്ടി. എന്താണ്? 2 യൂണിറ്റ് ഡീവിയേഷൻ ഉണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വിലയിരുത്തുന്നു. അപ്പൊ അയാൾ പറയുന്നു 2 മണിക്കൂർ എന്തുണ്ടായിട്ടില്ല, കറണ്ട് ഉണ്ടായിട്ടില്ല, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അപ്പോ അവിടെ ഒരു കറക്റ്റീവ് ആക്ഷൻ വേണം. ഇനി വൈദ്യുതി മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത പ്ലാൻ ഉണ്ടാക്കുമ്പോ വൈദ്യുതി മുടങ്ങാതിരിക്കാനുള്ള കാര്യം കൂടെ പ്ലാൻ ചെയ്യണം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എന്താണ്? മാനേജ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കൺട്രോളിംഗ് അവസാനിച്ചപ്പോ അവിടെ പ്രവർത്തനം തീർന്നില്ല. ഇനി വൈദ്യുതി മുടങ്ങാതിരിക്കാനുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കണം. അതിനനുസരിച്ച് വിഭവങ്ങൾ ഓർഗനൈസ് ചെയ്യണം, അതിനനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കണം, അതിനനുസരിച്ച് സ്റ്റാഫിനെ നിർണ്ണയിക്കണം, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം, അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനം നിങ്ങളെ വിലയിരുത്തി വീണ്ടും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്രയുമാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.